ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുഖത്ത് നല്ലൊരു മാറ്റം വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടോണർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഈ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം എത്ര കറുത്തതായിക്കോട്ടെ നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന, അതായത് നല്ലൊരു ഗ്ലോ, തിളങ്ങുക എന്ന് പറയില്ലേ, നല്ലൊരു തിളക്കം മുഖത്ത് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടോണറാണിത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള 3 സാധനങ്ങൾ എന്ന് പറയുന്നത് ചെറുനാരങ്ങ, അതേപോലെ തന്നെ റോസ് വാട്ടർ, ഗ്ലിസറിൻ. ഈ 3 സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോണർ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയുള്ളൂ. അതേപോലെ ഈ ഗ്ലിസറിൻ, റോസ് വാട്ടറെല്ലാം വാങ്ങി വെക്കാൻ തന്നെ വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന സാധനമാണ്. ആദ്യം തന്നെ നമുക്ക് റോസ് വാട്ടർ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, അതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടോണറാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മളെ മുഖത്തുണ്ടാകുന്ന പോർസുകളുണ്ടല്ലോ, ഓപ്പൺ പോർസ് എല്ലാം പിന്നെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മളെ മുഖം എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉള്ള ഒരു ഇതാണ് നമ്മുടെ റോസ് വാട്ടർ എന്ന് പറയുന്നത്. നമ്മളെ പിമ്പിൾസ് പോകാനും നമ്മുടെ pH ബാലൻസിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാനെല്ലാം സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് റോസ് വാട്ടർ. അതുപോലെ തന്നെ പിമ്പിൾസ് മെയിനായിട്ടുള്ളൊരു കാര്യമാണല്ലോ, അത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു സാധനമാണ്. പിന്നെ റോസ് വാട്ടർ എല്ലാ നോർമലായിട്ടുള്ള ആയിക്കോട്ടെ, ഡ്രൈ ആയിട്ടുള്ള ഓയിലി സെൻസിറ്റീവ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് റോസ് വാട്ടർ. അത് ടോണറായിട്ട് നമുക്ക് നേരിട്ടിട്ടും സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് പാക്കുകളിലോ ഇങ്ങനെയുള്ള ടോണേഴ്സിലെല്ലാം ആഡ് ചെയ്തിട്ടും നമുക്കത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ രണ്ടാമത്തെ സാധനം ഗ്ലിസറിൻ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് അത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മളെ ചർമ്മത്തിന് എപ്പോൾ നനവോടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മെച്ചപ്പെടുത്താനും നമ്മളെ സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കാനും സഹായിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് ആൻറ്റി ഏജിങ് ഫലങ്ങൾ അതിനുണ്ട്. അതായത് നമ്മളെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എന്നിവ കുറക്കാൻ വേണ്ടിയിട്ടെല്ലാം ഗ്ലിസറിന് അടിപൊളിയായിട്ട് സഹായിക്കുന്ന സാധനമാണ്. അതേപോലെ തന്നെ ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട് അതിന്. നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന ചെറിയ പൊട്ടലുകളെല്ലാം ഉണ്ട്, അതിന് ഉണക്കം വരാൻ സഹായിക്കാനും ഇത് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഏറ്റവും ഒരു ഗുണമുള്ള കാര്യം എന്ന് വെച്ചാൽ ഗ്ലിസറിന് മുഖത്ത് തേക്കുക എന്ന് പറയുന്നത് നല്ല തിളക്കമുള്ള ഒരു ഫേസ് കിട്ടാൻ നമ്മളെ സഹായിക്കും. ഇതും ഡ്രൈ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും നല്ല ഏജ്ഡ് ആയിട്ടുള്ള സ്കിന്ന് ഉള്ളവർക്കൊക്കെ ഇത് അടിപൊളിയാണ്. അതേപോലെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടോണറിൻ്റെ കൂടെ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ലെമൺ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് ആണ് ഈ ലെമൺ എന്ന് പറയുന്നത്. നമ്മളെ പാടുകളും പിമ്പിൾസ് മാർക്കുകളെല്ലാം കുറക്കാൻ വേണ്ടിയിട്ട് ലെമൺ നമ്മൾ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ലൊരു സാധനമാണ് ലെമൺ എന്ന് പറയുന്നത്. പക്ഷേ അത് ഡ്രൈ സ്കിന്നുകാർക്ക് അത്ര വലിയ ഗുണം ചെയ്യൂല. പിന്നെ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി അതിന് നല്ലോണം ഉണ്ട്. പിന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ചർമ്മത്തിലെ മങ്ങിയ നിറം മാറ്റിയിട്ട് നമ്മുടെ ഒരു ഈവൻ ടോൺ തരാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ ഇതിനെ കൊണ്ടുള്ള ആ ഒരു ഗുണം നമ്മുടെ മുഖത്തേക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് സാധനമാണ് ലെമൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് യൂസ് ചെയ്താൽ നല്ലോണം ഇറിറ്റേറ്റ് ചെയ്യും, സ്കിന്ന് നല്ലോണം ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ലെമൺ ഡയറക്റ്റ്ലി നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഫേസ് പാക്കുകളിലോ ടോണറിലോ സെറത്തിലെല്ലാം 1-2 ടീസ്പൂണെല്ലോ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഇതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ സൺലൈറ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ല. അത് അതായത് നമ്മളെ സ്കിൻ ബേൺ ചെയ്യാനെല്ലാം കാരണമായിട്ട് തീരും. അപ്പോൾ ഈ ലെമൺ ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അത് നമുക്ക് എന്തെങ്കിലും പാക്കുകളിലോ ഇതേപോലെയുള്ള ടോണറുകളിലോ ആഡ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കപ്പോ നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. റോസ് വാട്ടർ ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുക. നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഈ ഒരു റോസ് വാട്ടറും ഗ്ലിസറിനും എല്ലാം വാങ്ങാം. ഒരു 4 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ലെമൺ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും
സാധനങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലുള്ളൊരു ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലുള്ളൊരു ബോട്ടിൽ എടുത്തത്. അതിനുശേഷം നമുക്ക് മുഖത്തേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റി വെക്കുക. ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് ഫേസിലേക്ക് അടിച്ചു കൊടുക്കുക. ഇതേപോലെ ഫേസിലേക്ക് അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അത്രയേ വേണ്ടൂ. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇത് ഫേസിലേക്ക് വെക്കുക. 15 മിനിറ്റ് ഇത് ഫേസിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് കഴുകിക്കളയുക. ഇതേപോലെ നിങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്തേക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് അതിശയമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ മുഖത്തുള്ള ആ ഒരു കറുപ്പും ആ ഒരു കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല ഈവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ വരാനും മുഖം നല്ല തിളക്കം വരാനും അതേപോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ടോണറാണിത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നിങ്ങൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ തേച്ച് ഒരു 15 മിനിറ്റ് മുഖത്ത് വെച്ച് കഴുകി കളഞ്ഞിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി സാധനമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകളും അതേപോലെ തന്നെ ഈ ലെമണെല്ലാം അലർജി ഉള്ളവരെല്ലാം ഇതെല്ലാം യൂസ് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് സാധനവും നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വീഡിയോ കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ വീഡിയോ ആവാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വീഡിയോ എല്ലാ സ്കിൻ ടൈപ്പുകാരും ട്രൈ ചെയ്താൽ എല്ലാവർക്കും അത് എഫക്റ്റീവ് ആവണമെന്നില്ല. ചിലർക്ക് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ബ്യൂട്ടി ടിപ്സ് കാണുന്ന സമയത്ത് നിങ്ങളെ സ്കിന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രം ട്രൈ ചെയ്യുക. ഇതുപോലുള്ള ബോട്ടിൽ അടച്ച് വെച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കുക. രാത്രി എപ്പോൾ എടുത്ത് അടിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് ഇത് ട്രൈ ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടോണറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.